രജിസ്റ്റർ ഓഫീസിൽ അന്യജാതിക്കാരനായ ഒരുത്തനുമായി കല്യാണം നടത്തുവാൻ വേണ്ടി രജിസ്റ്റർ ഓഫീസറുടെ മുമ്പിൽ ഒപ്പുവെക്കാനെത്തിയ 18-കാരി പെൺകുട്ടിയോട് അവൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കളുടെ കരച്ചിൽ കണ്ട് സങ്കടം സഹിക്കവയ്യാതെ വന്നപ്പോ തഹസിൽദാർ ചോദിച്ചു അത്രേ, മോളെ നിനക്കെങ്ങനെ ആ മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ട് ഇവന്റെ കൂടെ ഇറങ്ങിപ്പോരാൻ തോന്നി എന്ന് ചോദിച്ചപ്പോ കണ്ണുനീരോടുകൂടി ആ പെൺകുട്ടി കൊടുത്ത മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം ആരംഭിക്കാം. അവൾ പറഞ്ഞത്, സാറേ, 1 വർഷമായി ഈ ചെറുപ്പക്കാരൻ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. 1 വർഷമായി ഈ ചെറുപ്പക്കാരനെ ജീവനക്കാളേറെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ആ സ്നേഹത്തെ ഒഴിവാക്കാൻ പറ്റില്ല സാറേ. ഈ വാക്ക് കേട്ടപ്പോ കരഞ്ഞ് തളർന്നു വീഴാൻ പോയ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ, ഈ പെൺകുട്ടിയുടെ ഉമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ ബാപ്പ, ആ സ്ത്രീയുടെ ഭർത്താവ്, ആ പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞു, എടി വേദനിക്കണ്ട, കഴിഞ്ഞ 18 കൊല്ലക്കാലം ഞാനും നീയും നമ്മുടെ മകളെ സ്നേഹിച്ചത്, അവൾക്ക് വേണ്ടി ജീവിച്ചത് അവൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് 1 കൊല്ലമായി അവളെ സ്നേഹിച്ച ഈ ചെറുപ്പക്കാരന്റെ സ്നേഹമാണ് നമ്മുടെ 18 കൊല്ലത്തെ സ്നേഹത്തെക്കാളേറെ മേലെയെന്ന് നമ്മുടെ മകൾ മനസ്സിലാക്കിയത്. നമുക്ക് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എന്നെങ്കിലും തിരിച്ചു വരാൻ. കാമുകന്റെ കയ്യും പിടിച്ച് തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുന്ന മകളെ ഇടക്കിടക്ക് തിരിഞ്ഞു നോക്കി ആ ബാപ്പയും ഉമ്മയും രജിസ്റ്റർ ഓഫീസിൽ നിന്നും തിരിച്ചു നടക്കുന്ന സങ്കടത്തിന്റെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ ഒരുപാട് വളർന്നിട്ടുണ്ട്, നമുക്ക് കഴിവുകളുണ്ട്, നമുക്ക് അറിവുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ പലപ്പോഴും മണ്ടത്തരം പറയുമ്പോ നമ്മൾ അവരെ കളിയാക്കാറുണ്ട്. ഒരു കുട്ടി പറഞ്ഞേ, ഉമ്മാനെ ചീത്ത പറഞ്ഞാൽ രാവിലെ വീട്ടിൽ നിന്ന് പോന്നേ, ഉമ്മാനെ ചീത്ത പറഞ്ഞ് വീട്ടിൽ നിന്ന് പോന്ന്. അപ്പൊ എന്റെ ഉമ്മാനെ ചീത്ത പറഞ്ഞു പോരാൻ കാരണം അറിയോ? ഇന്നലെ അന്തിക്ക് സാറേ ഒരു സംഭവം ഉണ്ടായി, അതിന്റെ ബാക്കിയായിട്ടാ പറഞ്ഞ്, ഇപ്പൊ എനിക്ക് വലിയ സങ്കടമുണ്ട്. അപ്പൊ എന്റെ വിഷയം എന്നറിയോ? കൂട്ടുകാരൊക്കെ പാടെ കൂടി കോപ്പ അമേരിക്ക ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല വാശിയിലാണ്. അപ്പോ ഉമ്മ അങ്ങനെ വന്നിട്ട് വാതിൽ തുറന്നിട്ട്, എന്റെ കുട്ടിക്ക് എപ്പോഴും കളിയാണ്. എന്നിട്ട് ആ ഉമ്മ ചോദിച്ചു, അല്ല മോനെ, ടെണ്ടുൽക്കർ എത്ര ഗോളടിച്ചു? പാവമ്മക്ക് അറിയില്ല ടെണ്ടുൽക്കർ ക്രിക്കറ്റിലാണെന്നും ഇവിടെ നടക്കുന്നത് ഫുട്ബോൾ ആണെന്നും തിരിച്ചറിയാൻ ആ ഉമ്മക്ക് കഴിവില്ല. ഉമ്മയുടെ അറിവ് അത്രയേ ഉള്ളൂ. പക്ഷേ അത് മകന്റെ അഭിമാനത്തിന് വല്ലാത്ത ക്ഷതമായി. അവൻ ഉമ്മയോട് വഴക്കിട്ടു. അന്ന് ചോറ് തിന്നാതെ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ രാത്രി ചോറുണ്ണാത്ത മകന് വേണ്ടി പുതിയ ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കുന്ന ഉമ്മ കൊടുത്ത ഭക്ഷണം കഴിക്കാതെ സ്കൂളിലേക്ക് ഇറങ്ങിപ്പോയ മകൻ, ആ ഉമ്മ എന്നെ വിളിച്ചു, സാറേ എന്റെ മകൻ എന്നോട് മിണ്ടാതെ പോയിട്ടുണ്ട്, തിരിച്ചു വരൂല എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്റെ മകനുമായിട്ടൊന്ന് ബന്ധപ്പെടുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആ ഉമ്മ വിളിച്ചത്. കണ്ണീരോടുകൂടി കാത്തിരിക്കുകയാണ് ഉമ്മ ദേഷ്യം പിടിച്ചു പോയ മകന് വേണ്ടി. മകനെ ഞാൻ വിളിച്ചു. മകൻ എന്നോട് പറഞ്ഞത്, സാറേ എനിക്ക് ഉമ്മാനോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, ഞാൻ പലപ്പോഴും ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട് മണ്ടത്തരം പറയരുത്, പ്രത്യേകിച്ച് എന്റെ കൂട്ടുകാർക്ക് മുമ്പിൽ ആവശ്യമില്ലാത്ത കാര്യം എന്റെ ഉമ്മ ചോദിക്കേണ്ടതുണ്ടോ? ഞാൻ ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ മോൻ ഇങ്ങനെ ഒരു പരാതി പറഞ്ഞു. ആ ഉമ്മ പറഞ്ഞു, സാറേ ഞാൻ എന്റെ മകനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാണ്, അതൊരു ദുരന്തമാകുമെന്ന് ഞാൻ ഓർത്തില്ലല്ലോ. പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊരുപാട് വിവരമുണ്ട്, നമ്മൾ ഒരുപാട് മേലെ എത്തിയിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾക്ക് ജീവിതത്തിൽ അറിയാത്ത കാര്യങ്ങൾ നമ്മുടെ വിരൽ തുമ്പത്തുണ്ട്. ഇല്ലേ? ഒരു സംശയം ഉണ്ടാവുമ്പോ ഉമ്മ ഒരു ഫോൺ ഇങ്ങനെ നെക്കിയിട്ട്, 3 വയസ്സുള്ള കുട്ടിന്റെ കൈ കൊടുക്കുക, മോനെ ഇത് നെക്കിങ്ങാണ്ട് ബാപ്പാന്റെ നമ്പർ ഒന്ന് എടുത്താ. ഉമ്മക്കറിയില്ല ബാപ്പാന്റെ നമ്പർ എവിടെയാണ് സെർച്ച് ചെയ്യേണ്ടത്, അതിന് ഏത് അക്ഷരങ്ങളാണ് നെക്കേണ്ടത് എന്ന് ഉമ്മക്കറിയില്ല. പക്ഷേ 3ഉം 4ഉം വയസ്സുള്ള പ്രീ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്കറിയാം എവിടെയാണ് നെക്കേണ്ടത്, എന്താണ് എടുക്കേണ്ടത്. മക്കളെ, നമ്മൾ വളർന്നിട്ടുണ്ട്, ഒരുപാട് വലുതായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വളർച്ചകൾ, നമ്മുടെ വലുതാകലുകൾ, നമ്മളുടെ ഈ തിളക്കങ്ങൾ അവരുടെ കണ്ണീരാണ്, അവരുടെ വയർപ്പാണ്, അവരുടെ അധ്വാനമാണ്, അവരുടെ ക്ഷീണങ്ങളാണ്, അവരുടെ പ്രയാസങ്ങളാണ്, പോരാ അവരുടെ ചോരയാണ്. അറിയോ, ഈ ലോകത്ത് നമ്മൾ പിറന്നു വീണപ്പോ ലോകത്തിലെ ഏറ്റവും കഴിവുകെട്ട ജീവിയായിട്ട് ഭൂമിയിൽ പിറന്നു വീണവരാണ് നമ്മളല്ലേ. ഒരു കോഴിക്കുട്ട, ആ കോഴിമുട്ട വിരിഞ്ഞ് ആ ഒരു കോഴിക്കുഞ്ഞ് പുറത്തു വരുന്നത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു കോഴിമുട്ട, അത് മെല്ലെ ഒരു പൊട്ട്, അത് വിരിയാനാവുമ്പോ കോഴിത്തള്ള അതിന്റെ മേലെ ഒരു കൊത്തുകൊത്തും, ചെറിയ ഒരു ഓട്ട. ആ ഓട്ടങ്ങനെ പതുക്കെ വലുതാക്കി തന്റെ ചുണ്ടുകൊണ്ട് ആ കോഴിമുട്ടത്തോട് പൊട്ടിച്ച് ആ കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വരും. നിങ്ങൾ ആ കാഴ്ച കണ്ടിട്ടുണ്ടോ? കോഴിമുട്ടത്തോട് പൊട്ടിച്ചിട്ട് ആ കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോ മുട്ടയുടെ ഉള്ളിൽ നിന്ന് ഒന്നിങ്ങോട്ട് ഉരുണ്ടു വീഴും. ആ കോഴിക്കുഞ്ഞ്
ഉരുണ്ടു വീഴ ഉടനെ തന്നെ ആ കോഴിക്കുഞ്ഞ് നേരെ നിൽക്കും. നേരെ നിന്നിട്ട് കിയോം കിയോം എന്ന് പറഞ്ഞിട്ട് തന്റെ അമ്മ കോഴിയുടെ അടുത്തേക്ക് ആ കോഴിക്കുഞ്ഞ് നടന്നു പോകും. ജനിച്ചു വീണ് 1-2 സെക്കൻഡ് കൊണ്ട് ആ കോഴിക്കുഞ്ഞ് തന്റെ അമ്മയുടെ അടുത്തേക്ക് തന്റെ കാലിൽ നടന്ന് ചെല്ലുമെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, നമ്മളൊക്കെ 2 കാലിൽ നടക്കാൻ നമ്മുടെ ഉമ്മ, നമ്മുടെ ബാപ്പ എത്ര കാലം നമ്മുടെ വിരൽ പിടിച്ച് നമ്മുടെ കൂടെ നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു കോഴിക്കുഞ്ഞിന്റെ കഴിവ് പോലും ഇല്ലാത്ത, ഒരു നായക്കുഞ്ഞിന്റെ കഴിവില്ലാത്ത, ഒരു കാളക്കുഞ്ഞിന്റെ കഴിവില്ലാത്ത, ഒരു പശുക്കുഞ്ഞിന്റെ കഴിവില്ലാത്ത, ഒരു താറാവിന്റെ കുഞ്ഞിന്റെ കഴിവ് പോലുമില്ലാതെ ഈ ഭൂമിയിൽ പിറന്നു വീണ നമ്മളെ ഈ കാണുന്ന സന്തോഷത്തിന്റെ കഴിവിന്റെ അപാരതയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ മാതാപിതാക്കൾ ഒഴുക്കിയ കണ്ണീര്, അവരുടെ ശ്രദ്ധ നിങ്ങൾ മറന്നുപോയോ? നിനക്കറിയോ ദാ അയലിൽ മേലെ അയയിൽ തൂക്കിയിട്ടിരുന്ന ഒരു ഷാള്, ആ ഷാള് താഴേക്ക് വീണപ്പോ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഒച്ചുണ്ടാക്കി കിടക്കുകയാണ് കുട്ടിയുടെ ഒച്ച കേൾക്കാതെ വന്നപ്പോ ഉമ്മ അടുക്കളയിൽ നിന്ന് ഓടി വന്നപ്പോ കണ്ടത് മേലെ കെട്ടിയ കയറിൽ തൂക്കിയിട്ട വസ്ത്രത്തിന്റെ തോർത്തുമുണ്ടിന്റെ ഒരു കഷ്ണം ഈ കുട്ടിയുടെ മുഖത്തേക്ക് വീണിരിക്കുന്നു. ആ കുട്ടി ശ്വാസം കിട്ടാതെ പെടയുകയാണ്. ആ ഉമ്മ പെട്ടെന്ന് ഓടി വന്ന് മുഖത്തിലെ തുണിക്കഷ്ണം മാറ്റിയത് കൊണ്ട് ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ശീലക്കഷ്ണം മുഖത്തേക്ക് വീണാൽ അവസാനിക്കുമായിരുന്ന ഒരു ജീവിതത്തിൽ നിന്ന് ഇത്രയും പക്വതയുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മുടെ കൈ പിടിച്ചു കൊണ്ടുവരാൻ നമ്മുടെ മാതാപിതാക്കൾ അനുഭവിച്ച ത്യാഗത്തിന്റെ കഥ എവിടെയാണ് നമ്മൾ മറന്നുപോയത്? അതെവിടെയാണ് നമുക്ക് നഷ്ടമായത്? നോക്കൂ, നിങ്ങൾക്കൊരു ഭക്ഷണം കിട്ടി, ഇവിടെ ഭക്ഷണം കിട്ടി. ഭക്ഷണം അത്യാവശ്യം നല്ല ഭക്ഷണമായിരുന്നു. നമ്മൾ കഴിച്ചു, പിന്നെയും കിട്ടി, പിന്നെയും കഴിച്ചു. വയറ് നിറഞ്ഞു. ഏകദേശം 500, 600, 750 ഗ്രാം ചോറ് തിന്നപ്പോ നമ്മുടെ വയറ് നിറഞ്ഞു. പിന്നെ ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ, നടക്കാനും വയ്യ. എങ്ങനെയൊന്ന് വീട്ടിലേക്ക് എത്തിയാൽ മതിയതിന്. വീട്ടിലെത്തി മരിവില്ല, യശല്ല, ഒരൊറ്റ കിടത്തം. എന്തേ? വയറ് നിറഞ്ഞിട്ട് വല്ലാത്ത ഇടങ്ങേറായി. എത്ര ഭക്ഷണം? 200 ഗ്രാം, 300 ഗ്രാം അല്ലെങ്കിൽ 500 ഗ്രാം ഭക്ഷണം കഴിച്ചപ്പോ അതിന്റെ ഭാരം കൊണ്ടാണ് നമ്മൾ അസ്വസ്ഥമായത്. പ്രിയപ്പെട്ടവരെ, 3 കിലോ 3.5 കിലോ തൂക്കമുള്ള നമ്മളെ മാസങ്ങളോളം ആ വയറ്റിലിട്ട് ചെറിയാനും മറിയാനും കഴിയാതെ, മലർന്നു കിടക്കാനും കമിഴ്ന്നു കിടക്കാനും കഴിയാതെ, നടക്കാൻ കഴിയാതെ, ഇരിക്കാൻ കഴിയാതെ 10 മാസത്തോളം നമ്മളെ ചുമന്ന് നടന്ന, ഒന്ന് തട്ടാതെ, ഒന്ന് മുട്ടാതെ, ഒന്നും സംഭവിക്കാതെ ഇടക്ക് കാണാ ഉമ്മ നാഭിയിൽ പിടിച്ചൊരു വളഞ്ഞൊരു നിൽക്കല്. അപ്പൊ ഒപ്പമുള്ളവർ ചോദിക്കും, എന്തു പറ്റിയടി? ഒരു വേദന. എന്റെ വേദന? വയറ്റിന്റെ ഉള്ളിൽ കിടക്കുന്ന നമ്മള് കൈയൊന്ന് നിവർത്തിയപ്പോ, കാലൊന്ന് മടക്കി നിവർത്തിയപ്പോ നമ്മുടെ കൈമുട്ടുകൾ, നമ്മുടെ കാലിന്റെ മുട്ടുകൾ മാതാവിന്റെ ഗർഭാശയത്തിൽ ഏൽപ്പിച്ച ആ ക്ഷതമുണ്ടല്ലോ, ആ ക്ഷതം കൊണ്ടാണ് നമ്മുടെ ഉമ്മ കുനിഞ്ഞു പോയത്, നമ്മുടെ ഉമ്മ ചുരുണ്ടുപോയത്. നിങ്ങൾക്കറിയോ എത്ര കാലം ആദ്യമായി മാതാവിന്റെ വയറ്റിൽ നമ്മുടെ ജീവിതം തുടങ്ങുന്നുണ്ട് എന്ന് ഉമ്മയറിഞ്ഞത്? ഉമ്മയുടെ വാതിൽപ്പടിയിൽ തടഞ്ഞു വീണു. തല വാതിൽ കട്ടിൽ അടിച്ച് അവിടെ മുറിവുണ്ടായി, ചോരയൊഴുകി. എല്ലാവരും താങ്ങിപ്പിടിച്ച് ആശുപത്രിയിൽ എത്തിച്ചിട്ട് പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു, ഉമ്മയാവാൻ പോവുകയാണ്. നെറ്റിയിലെ മുറിവിന്റെ വേദന ഉമ്മ മറന്നു, ഒഴുകിയ ചോരയുടെ കണക്ക് ഉമ്മ മറന്നു, വീണതിന്റെ വേദന ഉമ്മ മറന്നു. സന്തോഷത്തോടുകൂടി തന്റെ വയറ്റത്ത് കൈവച്ചുകൊണ്ട് ആ ഉമ്മ പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, കേടുപാടുകളൊന്നും കൂടാതെ എന്റെ കുട്ടിക്ക് ജന്മം നൽകാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോ ആ ഉമ്മയുടെ കണ്ണുകളിൽ നിന്ന് താഴെ വീണ കണ്ണീരുണ്ടല്ലോ, ആ കണ്ണീരാണ് മക്കളെ നമ്മളെ ഈ ലോകത്ത് വളർത്തി വലുതാക്കി ഇന്നത്തെ ഈ പരുവത്തിലേക്ക് എത്തിച്ചത്. ചെറുപ്പത്തിലല്ല, മരിക്കുവോളം ആ ഉമ്മയോളം നമ്മളെ സ്നേഹിക്കാൻ ഈ ലോകത്താരായുള്ളത്? ഞാൻ എന്റെ സഹോദരൻ അൻസാർ നന്മണ്ട പറഞ്ഞ ഒരു കഥ, ഇന്നലെ അദ്ദേഹം മലപ്പുറത്ത് ഹൈസക്കിൽ പറഞ്ഞ ഒരു കഥ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഒരു മകന് വേണ്ടി ജീവിച്ച ഉമ്മ, ആ മകന് ഉയർന്ന ജോലി കിട്ടി, വലിയ ജീവിത സാഹചര്യമായി, അങ്ങനെ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി, തന്റെ ഉമ്മ പാർക്കുന്ന പഴയ തറവാട്ട് വീട്ടിൽ പാർക്കാൻ ആ മകന് ഇത്തിരി മടിയായി. കോഴിക്കോട് പട്ടണത്തിൽ അയാൾ ഫ്ലാറ്റ് എടുത്തു, പട്ടണത്തിലേക്ക് താമസം മാറ്റി, അയാൾക്ക് മക്കളായി, വിദേശത്താണ്, സുഖമായി ജീവിക്കുന്നു. ഉമ്മയെ വല്ലാതെ കാണാറില്ല, ഉമ്മയെ വിളിക്കാറില്ല, ഉമ്മയുടെ അടുത്തേക്ക് പോകാറില്ല. ഉമ്മ പഴയ വീട്ടിൽ ചുരുണ്ടുകൂടി പാതിരോഗിയായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു. നോക്കൂ, അയാൾക്ക് മാരകമായ ഒരു അസുഖം, ഭക്ഷണം കഴിച്ചാൽ അത് അങ്ങനെ തന്നെ പുറത്തു പോവുക. അവസാനം പരിശോധനയിൽ വിവരം കിട്ടിയത് വൻകുടൽ
വൻകുടലിൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്നു, ചികിത്സയുടെ സ്റ്റേജുകൾ അവസാനിച്ചിരിക്കുന്നു, ഇനി കടന്നു വരുന്ന മരണമല്ലാതെ മറ്റൊരാശ്വാസവുമില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയപ്പോ ആ വിദേശത്ത് നിന്ന് അദ്ദേഹം തന്റെ കോഴിക്കോട് ഫ്ളാറ്റിലേക്ക് തിരിച്ചു വന്നപ്പോ 2 പെൺമക്കളെ കെട്ടിച്ചിട്ടുണ്ട്. അവരുടെ പുതിയാപ്പളമാര് ഫ്ളാറ്റിലുണ്ട്. അവർക്ക് താമസിക്കാനേ ഫ്ളാറ്റിൽ സ്ഥലമുള്ളൂ. മക്കളുടെ മുഖത്ത് ചുളിവുകൾ, ഭാര്യയുടെ നെറ്റിയിൽ ചുളിവുകൾ. ഈ മനുഷ്യനെ ഈ ഫ്ളാറ്റിൽ എവിടെ താമസിപ്പിക്കും? ഈ മലം പുറത്തെടുക്കണം. മലം പുറത്തേക്ക് വരികയില്ല. സമയാസമയത്ത് അത് പുറത്തേക്കെടുത്ത് അത് കഴുകി വൃത്തിയാക്കുന്ന ദുർഗന്ധം, അതിന്റെ പ്രയാസം ആരാണ് നോക്കുക? ഭാര്യയ്ക്ക് പ്രയാസം, മക്കൾക്ക് പ്രയാസം. ഒരാളെ കിട്ടുമോ നോക്കാൻ? ആളെ കിട്ടിയാൽ തന്നെ എവിടെ പാർപ്പിച്ചാണ് നോക്കുക? പ്രതിസന്ധി ഉണ്ടായി വീട്ടിൽ. നോക്കൂ, ആ വീട്ടിലേക്ക് ഒരു വിവരം വന്നു. അങ്ങ് ഗ്രാമത്തിലെ ഓടിട്ട വീട്ടിൽ നിന്ന് ഉമ്മയുടെ വിവരമാണ്, എന്റെ മകനെ എനിക്ക് തന്നേക്കൂ, ഞാൻ അവനെ നോക്കാം. എനിക്ക് വയ്യെങ്കിലും നടക്കാൻ വയ്യെങ്കിലും എന്റെ കട്ടിലിന്റെ സമീപത്ത് ഒരു കട്ടിലിട്ട് എന്റെ മകനെ അവിടെ കിടത്തി നോക്കൂ, ഞാൻ എന്റെ മകനെ നോക്കാമെന്ന് ആ ഗ്രാമത്തിലെ പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ നിന്ന് ആ ഉമ്മ വിളിച്ചു മകനെ. പ്രിയപ്പെട്ട മക്കളെ, ഏതെങ്കിലും ബസ് സ്റ്റാൻഡിന്റെ മൂലയിൽ ഒളിക്കണ്ണുമായി കാത്തിരിക്കുന്നവന്റെ ചക്കരവാക്ക് കേട്ട് സ്വന്തം മാതാപിതാക്കളുടെ സ്നേഹത്തെ അവഗണിച്ച് നടന്നു പോകുമ്പോൾ മനസ്സിലാക്കണം, ലോകത്തിലെ ഏറ്റവും തീവ്രമായ കടുത്ത വേദനയിലേക്കായിരിക്കും നിങ്ങളുടെ മടക്കം. എന്റെ പ്രിയപ്പെട്ട മക്കളെ, എന്റെ പ്രിയപ്പെട്ട പെൺമക്കളെ, എനിക്കുണ്ട് നിങ്ങളുടെ പ്രായമുള്ള മകൾ. അതുകൊണ്ടൊരു ബാപ്പയുടെ ഉമ്മയുടെ നൊമ്പരം എന്റെ മനസ്സിലുണ്ട്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ കണ്ണൊന്ന് നിറയുന്നത്, നിങ്ങളുടെ മുഖമൊന്ന് വാടുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ സങ്കടത്തിന്റെ ഒരു തുള്ളി കണ്ണുനീര് വീഴുന്നത് ഇഷ്ടപ്പെടാത്ത ഈ ഭൂമിയുടെ മേലെ ജീവിക്കുന്ന 2 ആളുകൾ, അവർ നിങ്ങളുടെ മാതാപിതാക്കളാണ്. അവരുടെ പ്രാർത്ഥനകളാണ് നിങ്ങൾ ഈ കോലത്തിൽ കേടുപാടുകളില്ലാതെ അപകടങ്ങളില്ലാതെ ഞാനും നിങ്ങളും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ മറക്കരുത്, അവരുടെ പ്രാർത്ഥനകളാണ് നമ്മൾ, അവരുടെ തേട്ടങ്ങളാണ് നമ്മൾ. അതുകൊണ്ട് ആ മാതാപിതാക്കളെ സങ്കടപ്പെടുത്തുന്ന, ആ മാതാപിതാക്കൾക്ക് വേദനയുണ്ടാക്കുന്ന ഒരു ചിന്ത പോലും പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ മനസ്സിലുണ്ടാവരുത്.